SFIക്കെതിരെയുള്ള പരാമർശത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിക്ക് ഡിവൈഎഫ്ഐയുടെ മുന്നറിയിപ്പ്. ശക്തമായ മറുപടി പറയാൻ ഡിവൈഎഫ്ഐക്ക് അറിയാമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം പറഞ്ഞു. കൂടോത്ര പാർട്ടിയായി മാറിയ കോൺഗ്രസ് നവോത്ഥാന നായകന്മാരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണെന്നും റഹീം കൂട്ടിച്ചേർത്തു. കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം SFIയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ വിമർശനത്തിന് മറുപടിയായാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം രംഗത്തെത്തിയത്. പദവിക്ക് ചേർന്നതായിരുന്നോ പരാമർശമെന്ന് ബിനോയ് വിശ്വം ആലോചിക്കണമെന്ന് റഹീം പറഞ്ഞു. ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക്, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്നൊരു പദവിയിലാണല്ലോ, അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നല്ലേ. നെഹ്റുവിന്റെ പാർട്ടി കൂടോത്ര പാർട്ടിയായി മാറി. വയനാട്ടിലേക്ക് വരുന്ന പ്രിയങ്കയ്ക്കായി രാഹുൽ ഗാന്ധി പൂർവ്വക്രിയകൾ ചെയ്യണമെന്നും റഹീം വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചു. നെഹ്റുവിന്റെ കോൺഗ്രസ് ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ മാറിയിരിക്കല്ലേ. ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടൽ. ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവർ. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. പ്രിയങ്കയ്ക്ക് കൂടോത്രമേൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റേത് മാപ്പർഹിക്കാത്ത അലംഭാവമാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മൗനം പാലിക്കുന്നു. വിദ്യാർത്ഥികളെ അണിനിരത്തി രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും A. റഹീം വ്യക്തമാക്കി. നീറ്റ് നെറ്റ് കുംഭകോണങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഓരോ ദിവസവും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റകരമായ അലംഭാവമാണ്, മാപ്പർഹിക്കാത്ത അലംഭാവമാണ്. ഇത് പരിഹരിക്കാനല്ല, അപരിഹാര്യമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ആശങ്കയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അഭിസംബോധന ചെയ്യുന്നില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തമായൊരു കാര്യം പറയണ്ടേ? അതില്ല. ഇപ്പോഴും തുടരുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും, സമരം ശക്തമാക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.